വിജിത് പണിക്കർ, ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള, അങ്ങനെ ഞാൻ കരുതുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആദ്യത്തെ ദിവസം അദ്ദേഹം അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ സംബന്ധിച്ച കാര്യം, ഇപ്പോൾ റിനി മാധ്യമങ്ങളെ കണ്ട ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ പലരും ശ്രമിച്ചത് ഇത് എന്നെ കൂടി ടാർഗറ്റ് ചെയ്യാനാണ്, എന്നെ കൂടി ഉന്നം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു നടന്നിരുന്നത്. എന്നെ ഒരു പിതൃസ്ഥാനത്ത് കാണുന്ന, അല്ലെങ്കിൽ പിതൃവാത്സല്യത്തോടു കൂടി എന്നെ കാണുന്ന റിനി ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു മകളെപ്പോലെ കണ്ട്, ഒരു മകളോട് ഒരു അച്ഛൻ ആ ഘട്ടത്തിൽ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ കൂടി ടാർഗറ്റ് ചെയ്തതാണെന്ന്. പിന്നീട് പാർട്ടിക്കകത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് വീറോടെ വാദിച്ചവരുടെ കൂട്ടത്തിൽ ഹൃദയവേദനയോടെ നടപടിയെടുത്തു എന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ VD സതീശനും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഹൃദയവേദനയോടെയാണെങ്കിലും ഞങ്ങൾ വളരെ ശക്തമായ നടപടിയെടുത്തു. പിന്നീട് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പ്രതിപക്ഷ നേതാവ് മറ്റ് രണ്ട് രാഷ്ട്രീയ കക്ഷികളെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട, നിങ്ങൾക്കെതിരെയുള്ള സാധനങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നത്. അങ്ങനെ ഈ സംഭവങ്ങളിലൊക്കെ അസാധാരണമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ, ചില ശരീരഭാഷ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ കൂടി ടാർഗറ്റ് ചെയ്തിട്ടുള്ള നീക്കങ്ങൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്ന ആശങ്കയിൽ നിന്നായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതല്ല, ഇനി എന്തോ കൂടുതൽ ശക്തമായി ഈ പ്രതിഷേധമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരെ തടയിടാൻ സമയമായി എന്നാണോ അദ്ദേഹം കരുതുന്നത്? കാരണം സ്വന്തം പാർട്ടിയിലെ വനിതാ അംഗങ്ങൾ MLA സ്ഥാനം രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് നമുക്കറിയാം. അവിടെയാണ് കോൺഗ്രസ് ഈ ശക്തമായ നടപടി എടുത്തു എന്ന് അവകാശപ്പെടുന്നത്. എങ്ങനെ കാണുന്നുണ്ട് ശ്രീജിത്ത് ഈ കാര്യങ്ങളെയൊക്കെ? ശ്രീ ഗോപികൃഷ്ണൻ, പ്രതിപക്ഷ നേതാവിൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നുണ്ട്, ഒന്ന് കട്ട് ചെയ്യണേ. ശ്രീ ഗോപികൃഷ്ണൻ, ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ VD സതീശൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ബോഡി ലാംഗ്വേജ് അല്ല ഇന്ന് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം വേട്ടയാടപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നേരെ ഒളിയമ്പുകൾ ഉണ്ടാകുന്നുണ്ട് എന്നത് വ്യക്തവുമാണ്. കാരണം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ശ്രീ VD സതീശനോട് വളരെയധികം അറ്റാച്ച്ഡ് ആണ് എന്നും അവർക്ക് പാർട്ടിയിൽ വളർന്നു വരുന്നതിനും കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടുന്നതിനും കൂടുതൽ പദവികൾ കിട്ടുന്നതിനുമൊക്കെ അദ്ദേഹം വളരെ ഫേവറബിൾ ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ഒരു ആക്ഷേപം പലപ്പോഴും കോൺഗ്രസിലെ പല ആൾക്കാരും രഹസ്യമായിട്ട് പങ്കുവച്ചിട്ടുമുണ്ട്. അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം കൂടി ശ്രീ VD സതീശനുണ്ട്. അത് CPMന്റെ മുന്നിലോ BJPയുടെ മുന്നിലോ അല്ല, മറിച്ച് സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ, കോവർക്കേഴ്സിന്റെ, കൊളീഗ്സിന്റെ, പ്രവർത്തകരുടെ മുന്നിൽ തന്നെ താൻ ഒരു കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നും താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഫേവററ്റിസം ഇല്ലാത്തതാണ് എന്നുമൊക്കെ സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയെ മൊത്തത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന ആവശ്യവും അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചുമതലയിൽ അദ്ദേഹം ചെയ്യേണ്ടതാണ്, അതിലൊന്നും എതിരഭിപ്രായമില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകരും കേരളത്തിൽ മുമ്പ് പറഞ്ഞിട്ടില്ലാത്തതുപോലെ, അല്ലെങ്കിൽ സതീശനെ പോലെയുള്ള ഒരാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടത്. പൊതുപ്രവർത്തകരെ കുറിച്ച് കൂടുതലായിട്ട് പെണ്ണുകേസുകൾ വരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് BJPയെ കുറിച്ച് പറയുമ്പോൾ കാളയെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. അതൊക്കെ പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. BJPയുടെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ആരോപണം വരുന്നു എന്ന നിലയ്ക്കാണ് ശ്രീ സന്ദീപ് വാര്യർ അതിനുശേഷം ഫേസ്ബുക്കിൽ എഴുതിയത്. CPMനെതിരെ ഒരു വലിയ കാര്യം ഉണ്ടാകുന്നുണ്ട്, അത് ഞെട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളാണ് നാളെ രാവിലെ 10 മണിക്ക് കേരളം ഞെട്ടും എന്നൊക്കെ ചില വാർത്തകളുടെ ടീസറുകൾ എടുക്കുക. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹം സമയവും സന്ദർഭവും ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പുഴുക്കുത്തുകൾ ഏത് പാർട്ടിയിലുണ്ടെങ്കിലും, സ്ത്രീവേട്ടക്കാരായിട്ടുള്ള പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അത് പുറത്തു വരട്ടെ, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് നിലവിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നത്തിന്റെ മെറിറ്റ് ഇല്ലാതാകുന്നില്ല എന്നൊരു കാര്യം കോൺഗ്രസ് ഓർക്കണം. ഇപ്പൊ CPMലോ BJPയിലോ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും എക്സ്പോസ് ചെയ്യപ്പെടണം. പ്രഥമദൃഷ്ട്യാ അവരെ സംശയിക്കാവുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ പാർട്ടിയുടെ പദവികളിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളാണോ എങ്കിലോ അവരൊക്കെ തന്നെ രാജിവെക്കണം എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ആരോപണം ഉണ്ടാകുന്ന ഘട്ടത്തിലല്ല, പക്ഷെ ആരോപണത്തിനെ പ്രാഥമികമായി വിശ്വസനീയമാണ് എന്ന് ആൾക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി വന്നാൽ.
പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം ഇനി ആർക്കെങ്കിലും എതിരെ ആരോപണങ്ങൾ വന്നാൽ അതിലെ വിശ്വസനീയത ചോദ്യം ചെയ്യപ്പെടുന്നതിന് ഇത് കാരണമാകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയമായി പ്രതിരോധിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വസ്തുതയുമുണ്ട്. കാരണം ആരും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ കോൺഗ്രസിനെതിരെയോ ഇതേപോലെയുള്ള ഒരു ആംഗ്യം ഒന്നും കാണിച്ചതിന് ശേഷമല്ല ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ കൗണ്ടറായിട്ട് ഞങ്ങളിത് നേരത്തെ ശ്രീ പൊടിപ്പാറ പറഞ്ഞതുപോലെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, ഡിഫൻസിൽ നിന്ന് മാറി ഞങ്ങൾ അറ്റാക്കിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ എടുക്കാനായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് പ്രാഥമികമായിട്ട് കഴിയും. അത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തത്, CPM ബി ജെ പിയോ ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത് ജസ്റ്റിഫൈഡ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പക്ഷത്ത്, ഞാനിപ്പോൾ മുകേഷിലേക്കോ മറ്റുള്ള ആൾക്കാരിലേക്കോ പോകുന്നില്ല, കോൺഗ്രസിന്റെ പക്ഷത്ത് തന്നെ അവരുടെ MLA മാരായിട്ടുള്ള മറ്റ് രണ്ടാൾക്കാർ, ശ്രീ എൽദോസ് കുന്നപ്പള്ളിയിലുണ്ട്, ശ്രീ A വിൻസെന്റ് ഉണ്ട്. ഈ രണ്ടാൾക്കാരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ധാർമ്മികത, അതിൽ FIR ഉണ്ടെന്നറിയാം, കോടതി കേസുണ്ടെന്നൊക്കെ അറിയാം, അതൊന്നുമില്ല എങ്കിൽ പോലും ഈ വിഷയത്തിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ധാർമ്മികത ഉണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ ഈ ആരോപണങ്ങളിലെ മെറിറ്റിൽ മറ്റേതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, വലിയ നടപടി ഞങ്ങൾ എടുത്തു, ഹൃദയവേദനയോടെ എടുത്തു. അപ്പോൾ അതിന് പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? ഔദ്യോഗികമായിട്ടുള്ള പരാതിയില്ല, FIR ഇല്ല, എങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെതിരെ ഞങ്ങൾ സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ നടപടി എടുത്തു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണത് മഹത്തരമായിട്ടുള്ള നടപടിയാണ് എന്ന് അവർ പറയുന്നത്. പക്ഷെ ഇതേ ചോദ്യം നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിശദീകരിക്കാൻ അവർ പാടുപെടും. ഔദ്യോഗിക പരാതി ഇല്ലാതെ, FIR ഇല്ലാതെ ഒരാളിനെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അയാളിനെ എന്തിനാണ് നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ നമുക്ക് അയാൾ പാർട്ടിയിലെ ഒരു ചുമതലയിലുള്ള ആളാണെങ്കിൽ ആ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് നമുക്ക് ആവശ്യപ്പെടാം. അയാൾ ഏതെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് വിശദീകരണം തരണം എന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ രാഹുലിനോടുള്ള ഒരു സ്വാഭാവിക നീതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ആരായുന്ന സമയത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും അദ്ദേഹത്തിന് വേണ്ട. നേരത്തെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനമല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന് പോലും അദ്ദേഹത്തിന് ഇനി യോഗ്യതയില്ല എന്ന് കണ്ടതിന് ശേഷമാണ് പാർട്ടി ഒരുപക്ഷെ ഇനി വിശദീകരണം പോലും ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ വിമർശിക്കാൻ CPM അവകാശമില്ലേ? ഇടതുപക്ഷ പാർട്ടികൾക്ക് മൊത്തത്തിൽ അവകാശമില്ലേ? BJPക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ത് മറുപടി പറയും? അപ്പൊ ഇതിൽ പ്രാഥമിക അംഗത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നടപടി തന്നെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള 2 MLA മാരുടെ കാര്യത്തിൽ സ്വീകരിക്കാത്ത ധാർമ്മികത ഇതിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഡിഫെൻഡ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന് കോൺഗ്രസിന് ആഭ്യന്തരമായിട്ട് ബോധ്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കൗണ്ടർ നറേറ്റീവിന്, കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയിട്ട് ഒക്കെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ, അതിന്റെ പേരിൽ നാളെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ, പ്രാഥമികമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അപ്പൊ അതിന് വേണമെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ CPM ഒക്കെ പറയാം, ഇപ്പൊ ഇന്നേ ഞെട്ടി എന്ന് വേണമെങ്കിൽ അവർ പറയാം. മന്ത്രി ശ്രീ ജോർജ് കുര്യനൊക്കെ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ ഞെട്ടുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവർക്ക് പറയാം. പക്ഷെ നാളെ ഈ വിശദീകരണം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം സ്വീകരിക്കുന്ന നിലപാട് ഒന്ന് തന്നെയാണ്. കാരണം ഇവിടെ സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ ഇരയാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിലിരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരോട് ഏത് രീതിയിൽ പെരുമാറുന്നു എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഈ നടപടികളിലൊന്നും ഒരു അസ്വാഭാവികത ഞാൻ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വാർത്ത പുറത്തുവിടാൻ ഉദ്ദേശിച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിരിക്കുമോ? അതല്ല, ഇനി എന്തെങ്കിലും ആയുധം ഞങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ അതിലെ പ്രേരിപ്പിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്താണ്, ഒന്ന് വിരട്ടിയതായിരിക്കുമോ? അത് വെറുതെ ഒരു വിരട്ടലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പറയുന്നത് VD സതീശനാണ്. വെറുതെ ഇങ്ങനെ പറഞ്ഞ് അതിന്റെ ഒരു പരിസരത്തിൽ കൂടി അങ്ങ് രക്ഷപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം. കോൺഗ്രസിൽ തന്നെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ ആർജവത്തോടു കൂടി സംസാരിക്കുന്ന ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അങ്ങനെ വെറുതെ ഒരു വെടി പൊട്ടിച്ചിട്ട് അങ്ങ് പോവുക എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ആംഗ്യം, ആ ഒരു ജസ്റ്ററിനെ നിങ്ങളൊരു വെല്ലുവിളിയായിട്ട് കരുതണ്ട എന്ന് ആദ്യം പറയുന്നു. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾ അതിനെ ഒരു താക്കീത് പോലെ, വെല്ലുവിളി പോലെ വേണമെങ്കിൽ കണ്ടോളൂ എന്ന് പറയുന്നു. എന്നിട്ട് ഈ 2 പാർട്ടികളെ കുറിച്ച് പറയുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അതിൽ വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നിയത്, ഈ കാളയുമായി ചേർത്തിട്ട് ഈ BJPക്കാർ അവിടെ ചെന്ന് നടത്തിയിരിക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടല്ലോ,
അത് ഇനി BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിലേക്ക് വേണം നിങ്ങൾ നടത്താൻ എന്ന് പറയുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാം. അല്ല, അതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് എടുത്തതുപോലെ ഒരു നടപടി BJP-യുടെ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ എടുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് ധൈര്യമുണ്ടോ എന്ന ചലഞ്ചും ഉണ്ടല്ലോ. അതെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് BJP-ക്കെതിരെ ആയിക്കോട്ടെ, CPM-നെതിരെ ആയിക്കോട്ടെ, ഇത് ആരാണ് പറയേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് പറയേണ്ടതാണ് അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് സത്യത്തിൽ ഈ വിഷയം പറയേണ്ടത്. അതല്ലാതെ VD സതീശനോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ല സത്യത്തിൽ അത് പറയേണ്ടത്. അതല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു വരികയാണ്. പുറത്തു വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ നേരിട്ടതുപോലെയാണോ മറ്റുള്ള ആൾക്കാർ നേരിട്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷേ ഇത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതിന് ശേഷം അത് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ചെയ്യുന്നത്, നോക്കൂ, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളെ ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വാൺ ചെയ്തതിന് ശേഷം കൊണ്ടുവന്നതാണ് എന്നാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടാമായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ശ്രീ VD സതീശൻ കൊണ്ടുപോയി ഇല്ലാതെയാക്കി എന്നാണ് അതിൽ തോന്നുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകളിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. സ്ത്രീലമ്പടന്മാരായിട്ടുള്ള സ്ത്രീപീഡകരായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും എക്സ്പോസ് ചെയ്യപ്പെടട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഏതായാലും അത് ഈ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ മാത്രം, അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലാണോ വരാനിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു സൂചന നമ്മുടെ സന്ദീപ് വാര്യർ നൽകിയിട്ടുണ്ട്. BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഇതുപോലെ നടപടിയെടുക്കുമോ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമായിരിക്കാം സന്ദീപ് വാര്യർ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാകുക. പിന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത ആകാംക്ഷ എന്നത് CPM-നെതിരെ എന്ത് ആയുധമാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് എന്നത്